പക്ഷേ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഈ പ്രകൃതി നിയമങ്ങൾക്കെതിരാണ്. ഒരു കാര്യം എൻ്റെ യാഥാർത്ഥ്യമാകുന്നതിന് എൻ്റെ ഉള്ളിൽ തന്നെ കുറേ തടസ്സങ്ങളുണ്ട്. ഞാൻ ആഗ്രഹിച്ച മാത്രം പോരാ, അതൊരിക്കലും നടക്കത്തില്ല എന്ന് പറയുന്ന ഒരു ഇന്നർ വോയിസ് എനിക്ക് കാണും. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഒരുപോലാണോ? ഒരു 100 പേരെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബില്യനർ ആകണമെന്ന് ആഗ്രഹിച്ചു പോകുന്നത് വളരെ കുറവായിരിക്കും. ചിലരുടെ ആഗ്രഹം ലോകം മുഴുവൻ യാത്ര ചെയ്യാന്നുള്ളതായിരിക്കും. നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാനാണെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരുപാട് വഴികളുണ്ട്. അവിടെ എന്തിനാണ് ഒരു ഗൈഡായിട്ട് ഒരു കോച്ച് വരുന്നത്? ഇന്നത്തെ കാലത്തിൽ അതറിഞ്ഞ് ബോധപൂർവം വർക്ക് ചെയ്യുന്നവർ എൻ്റെ റിസൾട്ട് എടുക്കുന്നുണ്ട്. അല്ലാത്തവർ നമ്മൾ കാണും, ചില ക്ലാസ്സുകളൊക്കെ വരുമ്പോൾ പറയും, ഞാൻ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു, എനിക്ക് 30 ലക്ഷം രൂപ കിട്ടി. 36 വയസ്സ് വരെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അഴുക്കുകളൊക്കെ ക്ലീൻ ചെയ്യുന്ന 2 ദിവസം കൊണ്ട് ക്ലീൻ ചെയ്യും. ഇറ്റ് വിൽ ടേക്ക് സം ടൈം. ക്ഷമ എന്നൊന്ന് പറയണം. അവരുടെ സംശയങ്ങൾ ചെറുതായിരിക്കും. കുഴപ്പമില്ല, ധൈര്യമായിട്ട് പൊക്കോ, ഇതിൻ്റെ പാർട്ടാണ്, ഇതിങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ആത്മവിശ്വാസം വരും. അത് മതി അവർക്ക് ആ കരയ്ക്ക് കയറാനായിട്ട്. പണമുള്ളവർ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ഇല്ലാത്തവർ ഇങ്ങനെ ഇരിക്കുക. നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു ഡയലോഗാണ്. ഇതിൽ ഏറ്റവും കൂടുതലും വരുന്നൊരു കാര്യമാണ് മാനിഫെസ്റ്റേഷൻ. ഇന്ന് എല്ലാവരും ചർച്ച ചെയ്യുന്ന വലിയൊരു വിഷയമാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഈ പ്രകൃതി നിയമങ്ങൾക്കെതിരാണ്, അല്ലെങ്കിൽ ഈ പ്രപഞ്ച നിയമങ്ങൾക്കെതിരായിട്ടുള്ളൊരു സംഭവമാണ്? ഒരിക്കലും അങ്ങനല്ല. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ ലൂലു മാളിൻ്റെ മുന്നിൽ കൂടെ പോകുന്ന എല്ലാവരുടെ മനസ്സിലും തോന്നുമോ ലൂലു മാള് പോലൊരു മാൾ എനിക്ക് സ്വന്തമാകണമെന്ന്? എല്ലാവരും ആഗ്രഹിക്കാറുണ്ടോ ഈ മാള്? എനിക്ക് തോന്നുന്നില്ല എല്ലാവരും ആഗ്രഹിക്കുന്നു. ശരിക്കും ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഉള്ളിൽ തീവ്രമായിട്ട് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകണമെങ്കിൽ നമുക്കതിനുള്ള കഴിവുണ്ടാവും. കഴിവുള്ളവർക്ക് മാത്രമേ, ചുമ്മാ നമുക്ക് പറയാം ഒരു 10,000 കോടി എനിക്ക് ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ, അങ്ങനെ പറയുന്നതല്ല ഞാൻ പറഞ്ഞത്. ശരി, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ചിലപ്പോൾ ഒരു കുടയും പിടിച്ച് നടക്കുന്ന സമയത്തും ഒരാളുടെ ഉള്ളിൽ തീവ്രമായിട്ട് ഇതുപോലൊരു മാളിൻ്റെ ഓണർ ആകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, അത് സ്വപ്നം കാണാൻ ഒരാൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കപ്പാസിറ്റി അവനുണ്ടെന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ വിചാരിച്ചുകൊണ്ട് മാത്രം അവന് സ്വന്തമാകത്തില്ല. അതിനുവേണ്ടി അവൻ പരിശ്രമിക്കുകയും ചെയ്യണം. ഇവിടെ ഈ മാനിഫെസ്റ്റേഷൻ എങ്ങനെയാണ് വർക്കാവുന്നത്? അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, ഇതിൻ്റെ പുറകെ പോകുന്ന ഒരുപാട് പേരുണ്ട്. ലക്ഷക്കണക്കിന് പേര് ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ആർക്കും അത് സക്സീഡ് ചെയ്യാൻ കഴിയുന്നില്ല. അതെന്തുകൊണ്ടാണ്? ഇത് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അല്ലെ മനസ്സിൽ കാണുന്ന ഒരു കാര്യം എൻ്റെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ. ഒരു കാര്യം എൻ്റെ യാഥാർത്ഥ്യമാകുന്നതിന് എൻ്റെ ഉള്ളിൽ തന്നെ കുറേ തടസ്സങ്ങളുണ്ട്. ഞാൻ ആഗ്രഹിച്ച മാത്രം പോരാ, അതൊരിക്കലും നടക്കത്തില്ല എന്ന് പറയുന്ന ഒരു ഇന്നർ വോയിസ് എനിക്ക് കാണും. ഇതൊക്കെ നിനക്ക് പറഞ്ഞിട്ടുള്ളതാണോ? അങ്ങനെ ഞാൻ ചിലപ്പോൾ എൻ്റെ പേരൻസിൽ നിന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, ടീച്ചർമാരുടെ കയ്യിൽ നിന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, സമൂഹത്തിൽ ചില കുടുംബങ്ങൾ തന്നെ പറയും ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇതിനെതിരായിട്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ വെച്ചുകൊണ്ട് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ടുള്ള എൻ്റെ ഉള്ളിൽ കിടക്കുന്ന എൻ്റെ ഇന്നർ വോയിസ്, എൻ്റെ ജഡ്ജ്മെൻറ്റ്, എൻ്റെ ലിമിറ്റിംഗ് ബിലീഫ്സ്, എൻ്റെ ഒരു ഇന്നർ സ്റ്റോറിയെ തന്നെ ഞാൻ റീറൈറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് ചുമ്മാ റീറൈറ്റ് ചെയ്യുകയല്ല, അതെന്താണ്, അതിൻ്റെ അടിസ്ഥാനം എന്താണ്, അത് ചുമ്മാ ഉണ്ടായതാണോ? ഫോർ എക്സാമ്പിൾ, എന്നെക്കൊണ്ട് കഴിയത്തില്ല എന്നൊരാൾ പറഞ്ഞത് അത് സത്യമാണോ? അത് അവരുടെ കാഴ്ചപ്പാട് മാത്രമാണോ? ഇപ്പം ഞാൻ ഒരു കാര്യത്തിന് തോറ്റിട്ടുണ്ടെങ്കിൽ, പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അത് ചിലപ്പോൾ ഒരു യാദൃശ്ചികമായിട്ടൊരു സംഭവമായിരിക്കും, അത് ഞാനല്ല. പക്ഷേ 1 or 2 പ്രാവശ്യം റിപ്പീറ്റഡ് ആയത് ഞാൻ പോലും അറിയാതെ എൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഞാൻ വിജയിക്കില്ല എന്നൊരു ഐഡൻറ്റിറ്റി വെച്ചുകൊണ്ട് എനിക്ക് വിജയിക്കാൻ പറ്റില്ല. നമ്മൾ ഈ മാനിഫെസ്റ്റേഷന് മുന്നേ ഇങ്ങനെയുള്ള ഇതിന് തടസ്സമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ കിടപ്പുണ്ട്. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടപ്പുണ്ട്. ഇതിനെ ക്ലിയർ ചെയ്യണം, അല്ലെ റീറൈറ്റ് ചെയ്യണം, പ്രോപ്പറായിട്ട് റീറൈറ്റ് ചെയ്യണം. ഞാൻ ഇടയ്ക്ക് വെച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കണ്ടൊരു റീലാണ്. അതായത് നമ്മളെല്ലാം കംഫർട്ടബിൾ ലൈഫിൽ ജീവിക്കാൻ വേണ്ടി പ്രകൃതി അങ്ങനെ നിയോഗിച്ച് വിട്ടേക്കുന്ന ആളുകളാണ്. വെറുതെ ഇരുന്ന് നശിച്ചു പോകേണ്ട ആളുകൾ. ഒരു ബിൽഡിംഗ് ആണെങ്കിൽ പോലും വെറുതെ നിന്ന് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് നശിച്ചു പോകും. നമ്മളത് റീബിൽഡ് ചെയ്ത് അല്ലെങ്കിൽ വീണ്ടും പുതുക്കി സെറ്റിൽ ചെയ്തുകൊണ്ട് പോയില്ലെങ്കിൽ അത് നിലനിൽക്കില്ല, നശിച്ചു പോകും. അപ്പോൾ മനുഷ്യരും അതേപോലെയാണ്. അപ്പോൾ മാനിഫെസ്റ്റേഷനൊക്കെ എന്ന് പറയുന്നത് പ്രകൃതി നിയമങ്ങൾക്കെതിരാണ്. മനുഷ്യൻ ഈ ബിൽഡിങ്ങുകൾ റീബിൽഡ് ചെയ്യുന്ന പോലെ സ്വന്തം ആഗ്രഹങ്ങളും സ്വന്തം ജീവിതവും റീബിൽഡ് ചെയ്ത് വരുന്നതാണ് മാനിഫെസ്റ്റേഷൻ. അതുകൊണ്ട് ഇതെല്ലാം പ്രകൃതി നിയമങ്ങൾക്കെതിരാണ്. പ്രപഞ്ചം ഇതിനെല്ലാം ആദ്യമേ തിരിച്ചടിക്കുകയുള്ളൂ. അപ്പോൾ അതായത് ഈ പ്രകൃതി നിയമങ്ങൾക്കെതിരായിട്ട് പോകുന്നവർക്ക് മാത്രമേ ഇത് സക്സീഡ് ചെയ്യാൻ കഴിയൂ എന്ന് പറഞ്ഞ് ഞാനൊരു റീൽ കണ്ടു. ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്?
ഇത് പ്രകൃതി നിയമത്തിനെതിരല്ല. അതായത് നമ്മൾ ചുമ്മാ ഇരുന്ന് നശിച്ചു പോകേണ്ടതാന്ന് പറയുന്നത്, നമ്മൾ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ അത് നശിച്ചു പോവുകയാണോ ചെയ്യുന്നത്? ഒരു പ്രദേശം ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ എന്താ പുതിയ പുതിയ ജീവികൾ, ജീവഗണങ്ങൾ അല്ലെങ്കിൽ സസ്യങ്ങൾ നിറഞ്ഞൊരു വലിയ കാടായിട്ട് മാറാറില്ലേ? അത് നശിച്ചു പോവുകയാണോ ചെയ്യുന്നത്? വീണ്ടും വീണ്ടും വളരുകയല്ലേ ചെയ്യുന്നത്? നമ്മുടെ എന്താണ് നശിക്കുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടല്ലേ. നമ്മൾ ബിൽഡിങ് കെട്ടുന്നതാണോ വളർച്ച? നമ്മൾ ഒന്നും നശിച്ചു പോകുന്നില്ല, പ്രപഞ്ചം മാറും. പക്ഷേ ഈ അതായത് ലോകത്ത് തന്നെ 1% ആളുകൾ മാത്രമാണ് ഈ കോടീശ്വരന്മാരായിട്ട് അല്ലെങ്കിൽ ബില്യനേഴ്സ് ആ രീതിയിൽ മില്യനേഴ്സും ബില്യനേഴ്സും ഒക്കെ ആയി മാറുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം നോർമൽ ലൈഫിൽ, നോർമൽ ജീവിതത്തിൽ അവസാനിച്ചു പോകുന്ന ആളുകളാണ്. ഈ 1% എത്താൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഇങ്ങനെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നതും കഷ്ടപ്പെടുത്തുന്നതും എന്നുള്ളൊരു തിയറി നമ്മളെപ്പോഴും കേൾക്കാറില്ല, ഈ റാറ്റ് റേസ് പോലുള്ള. അപ്പോൾ അത് യാഥാർത്ഥ്യമല്ലേ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ? ഇല്ല, അങ്ങനല്ല പറയുന്നത്. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വ്യത്യാസമല്ലേ. എല്ലാവരുടെയും ആവശ്യം മില്യനെയറോ ബില്യനെയറോ ആകുക എന്നുള്ളതല്ല. ഇന്ന് കുറച്ചും കൂടെ ഒക്കെ നമ്മുടെ എന്താ പറയുക, നാഷണലൈസേഷൻ മാറി ഇൻ്റർനാഷണലൈസേഷൻ അല്ല ഗ്ലോബലൈസേഷൻ വന്നു. ലോകം മുഴുവൻ നമ്മുടെ വിരൽത്തുമ്പിലായി. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഒരുപോലാണോ? ഒരു 100 പേരെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബില്യനെയർ ആകണമെന്ന് ആഗ്രഹിച്ചു പോകുന്നത് വളരെ കുറവായിരിക്കും. ചിലരുടെ ആഗ്രഹം ലോകം മുഴുവൻ യാത്ര ചെയ്യാന്നുള്ളതായിരിക്കും. ചിലരുടെ ആഗ്രഹം നല്ല എത്രയോ ലക്ഷങ്ങൾ ജോലി ഉപേക്ഷിച്ചിട്ട് വന്ന് ഫാമിംഗ് നടത്തി ജീവിക്കുന്ന ആളുകളുണ്ട്. പഴയ അനുഭവത്തിലേക്ക് വരുന്ന എല്ലാവരും അങ്ങനെ അതിൻ്റെ പുറകെ അല്ല ഓടുന്നത്. പിന്നെ കുറച്ച് പേര് ബില്യനെയർ ആകുന്നു, മില്യനെയർ ആകുന്നുവെങ്കിൽ അവരുടെ ഫോക്കസ്, അതായത് ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തരുടെയും ലൈഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ലൈഫ് ഫോഴ്സ്. ഇപ്പം സാധാരണക്കാരൻ എന്നാ ചെയ്യുന്നത്? 1000 കാര്യങ്ങളുടെ പുറകെയാണ്. നമ്മുടെ ഈ എനർജി പലതിൽ സ്പ്ലിറ്റായി പോകുന്നു. ഈ വിജയത്തിലേക്ക് എത്തുന്നവർ തന്നെ അവരൊരു 3-4 കാര്യം മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ. അതിലൊന്നായിരിക്കും അവരുടെ മെയിൻ എനർജി പോകുന്നത്. അത് ചിലപ്പോൾ അവരുടെ ബിസിനസ് ആയിരിക്കും, അവരുടെ തൊഴിലായിരിക്കും. പിന്നെ അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കും എൻ്റെ ലൈഫ്, എൻ്റെ ഫാമിലി ലൈഫ്, പേഴ്സണൽ ഹെൽത്ത്. ബാക്കി അൺവാണ്ടഡ് ആയിട്ട് അവരുടെ എനർജി എവിടെയും വേസ്റ്റ് ആകുന്നില്ല. റിയാക്ട് ചെയ്യേണ്ടടുത്തോ, ഫോർ എക്സാമ്പിൾ നമ്മുടെ നടന്മാരെ തന്നെ എടുത്തോ, ഇവിടെ ഫാൻസുകളെല്ലാം തമ്മിലടിക്കുന്ന അവരെവിടെയെങ്കിലും റിയാക്ട് ചെയ്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല. അവരുടെ ഫോക്കസ് ഈ സിനിമ കഴിഞ്ഞാൽ അവർ അടുത്ത പ്രൊജക്റ്റിലേക്ക് പോകും. ഓരോ ബിഗ് പ്രൊജക്റ്റ് കഴിയുമ്പോഴും അവരൊരു ബ്രേക്ക് എടുക്കും. അവരെ എന്നാ ചെയ്യും, കുറച്ച് പേഴ്സണലായിട്ട് അവരുടെ ടൈം സ്പെൻഡ് ചെയ്യും. അവരൊന്നുകൂടെ അവരെ മോട്ടിവേറ്റ് ചെയ്യും, അടുത്ത പ്രൊജക്റ്റിലേക്ക് പോകും. അല്ലാതെ ഈ പുറത്ത് നടക്കുന്ന ബഹളമോ അടിയോ അവരുടെ ഒരു റെസ്പോണ്ടോ അവരുടെ ഒരു അല്പ എനർജി എങ്കിലും എവിടെയെങ്കിലും വേസ്റ്റ് ആകുന്ന കണ്ടിട്ടുണ്ടോ? പക്ഷെ നമ്മളാണ് അങ്ങനെയാണോ? നമ്മളുടെ ആരെങ്കിലും അയൽവക്കക്കാർ ചുമ്മാ ഒരു ചോദ്യം ചോദിച്ചാൽ മതി, 2 ദിവസം നമ്മുടെ ചിന്ത മുഴുവൻ അതിൻ്റെ പുറകെ പോകും. അവർക്കെങ്ങനെ എന്നോട് അങ്ങനെ ചോദിക്കാം, എന്നോട് അങ്ങനെ ചോദിക്കാവോ, ഇവരാരാ എന്നോട് ചോദിക്കാൻ? നമ്മുടെ ചിന്ത മുഴുവൻ അതിൽ പോകും. നമ്മുടെ എത്ര കാര്യത്തിലാണ് ഒരു ദിവസം നമ്മുടെ എനർജി സ്പ്ലിറ്റായി പോകുന്നത്. പല കാര്യത്തിൽ സ്പ്ലിറ്റായി പോകുമ്പോൾ നമ്മൾ ഒന്നും എത്താതെ, അതുകൊണ്ടാണ് ഈ പറഞ്ഞ 98% ആളുകളും ഒന്നും എത്താതെ പലതിൻ്റെയും പുറകിൽ ഓടി നടക്കുന്നതും. വളരെ ചുരുങ്ങിയ ആളുകൾ ഈ ബോധം അവർക്കറിയാം, അവരുടെ ലക്ഷ്യത്തിലേക്ക് അവർ ഫോക്കസ് ചെയ്ത് അവരുടെ എനർജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യത്തിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് അവർ സക്സസ് ആകുന്നതും. അത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? ബോധം, തിരിച്ചറിവ്, ജ്ഞാനം എന്ന് പറയും, വിസ്റ്റം. അതായത് ഇന്നത്തെ കാലത്ത് വിസിബിലിറ്റി കൂടുതലായതുകൊണ്ട് മാനിഫെസ്റ്റേഷൻ പോലുള്ള ടെക്നിക്കുകൾ ഒരുപാട് ആളുകളുടെ ഇടയിലേക്ക് എത്തുന്നുണ്ട്. ഇവരെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവർക്കും എന്തുകൊണ്ടാണ് ഇതിൽ സക്സീഡ് ചെയ്യാൻ കഴിയാതെ? പ്രാക്ടീസ് ചെയ്യുന്ന ആദ്യം, അതായത് ഞാൻ പറഞ്ഞ നമ്മുടെ മനസ്സിന് 3 തലങ്ങളുണ്ട്. വീണ്ടും പറയാൻ 7 തലങ്ങളുണ്ട്. ബേസിക് നമുക്ക് 3 തലങ്ങൾ പറഞ്ഞാൽ കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ്. നമ്മൾ ഈ മെയിനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ കോൺഷ്യസ് ലെവലിലാണ്. അവിടെ കുറച്ച് കാര്യങ്ങൾ, അത് ഡിസൈഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഇനീഷ്യലി വർക്കൗട്ട് ആവും. നമ്മൾ ആദ്യം ഒന്നും ഇല്ലാത്തടത്തും നമ്മൾ കുറച്ച് മോട്ടിവേഷനോ അഫർമേഷനോ ഒക്കെ പറയുമ്പോൾ വർക്കൗട്ട് ആവും. പക്ഷേ സബ് കോൺഷ്യസ് ലെവലിൽ വർക്കൗട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. അവിടെ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം നമ്മൾ സംസാരിച്ചതുപോലെ അവിടെയുള്ള വേസ്റ്റുകളൊക്കെ എടുത്ത് പുറത്ത് കളഞ്ഞാലേ നമുക്ക് പുതിയതിനെ അവിടെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ റീപ്രോഗ്രാമിംഗ് നടത്താൻ പറ്റുള്ളൂ. അത് 1 ദിവസമോ 2 ദിവസമോ കൊണ്ട് നടക്കുന്ന കാര്യമില്ല. അതിന് കുറച്ച് ക്ഷമ വേണം, കൺസിസ്റ്റൻസി വേണം. നമ്മൾ അതിന് വർക്ക് അങ്ങനെ ചെയ്യുന്നവർക്ക് കിട്ടുന്നില്ല എന്നല്ല. അത് തീർച്ചയായിട്ടും നല്ലൊരു പെർസെൻറ്റേജ് നൗ എ ഡേയ്സ്, ഇന്നത്തെ കാലത്തിൽ അതറിഞ്ഞ് ബോധപൂർവ്വം വർക്ക് ചെയ്യുന്നവർ അതിൻ്റെ റിസൾട്ട് എടുക്കുന്നുണ്ട്. അല്ലാത്തവർ നമ്മൾ കാണും, ചില ക്ലാസ്സുകളൊക്കെ വരുമ്പോൾ പറയും, ഞാൻ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു, എനിക്ക് 30 ലക്ഷം രൂപ കിട്ടി, അതുകൊണ്ട് തീർന്നു. അത് ആ
മുകളിലുള്ള തലത്തിൽ വർക്ക് നടക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് വേറൊരു കാര്യം കൂടെ, പഠിപ്പിക്കുന്നവർ പഠിപ്പിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, ആ ചെയ്യുന്ന ആളുകൾ അത് പ്രാക്ടീസ് ചെയ്യുകയും കൂടെ വേണം. നമ്മൾ പഠിപ്പിക്കുന്നവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാം, എനിക്കെല്ലാം അറിയാവുന്നത് കൊണ്ട് യാതൊരു ഗുണവുമില്ല ഞാനത് ഉപയോഗിച്ചില്ലെങ്കിൽ. ഇപ്പം നമ്മൾ ഒരുപാട് ഇലക്ട്രോണിക് ഡിവൈസ് ഒക്കെ വരുന്നുണ്ട്, ക്ലീൻ ചെയ്യുന്നൊക്കെ. ഞാൻ ഒരു 30,000-ൻ്റെയും 1,50,000-ൻ്റെയും ഒക്കെ വാങ്ങിച്ചെൻ്റെ വീട്ടിൽ വെച്ച്, പക്ഷെ ഉപയോഗിക്കുന്നില്ല. എന്തെങ്കിലും കാര്യമുണ്ടോ? ഇന്നത്തെ ആളുകൾ ഓടി നടന്ന് കോഴ്സുകളാണ് എടുക്കുന്നത്, ഓടി നടന്ന് കോഴ്സുകൾ എടുക്കും, പക്ഷെ അത് അപ്ലൈ ചെയ്യത്തില്ല. കാരണം ഒരാഴ്ച എടുക്കുമ്പോൾ മടുപ്പാ, ഇതിനൊന്ന് റിസൾട്ട് ഓറിയൻറ്റഡ് ആണ് ആളുകൾ. എനിക്കെന്നാ കിട്ടുന്നത്? ഞാൻ 2 ആഴ്ച ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു, എന്നിട്ട് എനിക്കൊന്നും കിട്ടിയില്ലല്ലോ. 3 ആഴ്ച പറഞ്ഞു, 36 വയസ്സ് വരെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അഴുക്കുകളൊക്കെ ക്ലീൻ ചെയ്യുന്ന 2 ദിവസം കൊണ്ട് ക്ലീൻ ചെയ്യും. ഇറ്റ് വിൽ ടേക്ക് സം ടൈം. ക്ഷമയെന്നൊന്ന് പറയണം. ഇത് ചില പിള്ളേർ കാണിക്കുന്നവരാണ്, ഒരു കമ്പ് കൊണ്ട് കുത്തി വെച്ചിട്ട് 2 ദിവസം കഴിയുമ്പോൾ പറിച്ചു നോക്കും, വേര് വന്നോ. ഈ ക്ഷമയില്ലായ്മ തന്നെയാണ് റിസൾട്ട് കിട്ടാത്തതിൻ്റെ ഒരു കാര്യം. പക്ഷെ അതൊരു മാനുഷികമല്ല. ഇപ്പോൾ ടൈം എന്ന് പറയുമ്പോൾ എത്ര നാൾ വേണം ഒരാൾക്ക്? ഇപ്പോൾ എനിക്ക് ലൈഫ് മൊത്തത്തിൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്ത് ഞാൻ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് എത്താൻ എനിക്ക് എത്ര മാസം? ഓരോരുത്തർക്കും വ്യത്യാസമാണ്. കാരണം രാഹുലിൻ്റെ ജീവിത അവസ്ഥയല്ല മറ്റൊരാൾക്ക്. മിനിമം നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഒരു കാര്യം മാറ്റം വന്ന് തുടങ്ങാൻ ഒരു 21 ദിവസമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ മാറ്റം വന്ന് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാം, ലൈറ്റ് ആകുന്നത് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഈ അലയടിക്കുന്നത് പോലുള്ള നമ്മുടെ വെപ്രാളവും നെഞ്ചുവേദനയൊക്കെ കുറച്ച് ശമിക്കും. പക്ഷെ അതിൻ്റെ അർത്ഥം പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്നല്ല. അത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ഒരു 3, അതായത് 90 ദിവസമൊക്കെ ആകുമ്പം ഇതൊരു ചെറുതായിട്ട് നമ്മുടെ ശീലമായിട്ട് മാറും. പിന്നെ നമുക്കത് കൊണ്ട് നടക്കാൻ എളുപ്പമാണ്. അവിടെ കൊണ്ട് നിർത്താൻ പറ്റില്ല, നമ്മളത് കണ്ടിന്യൂ നമ്മളായിട്ട് മാറണം. നമ്മൾ ഈ കുളിക്കുന്നത് ഒരു ദിവസം കുളിച്ചതുകൊണ്ട് നമ്മൾ വൃത്തിയാകുമോ? പിന്നെയും കുളിക്കണ്ടേ? ഒരു ദിവസം ഭക്ഷണം കഴിച്ചുകൊണ്ട് വിശപ്പ് തീരുവോ? അതുപോലെ തന്നെയാണ് ഇത്. നമ്മുടെ പാർട്ട് ഓഫ് അവർ ലൈഫാണ്. ഞാൻ ആഗ്രഹിക്കുന്ന ഞാൻ വൃത്തിയായിട്ടും സുന്ദരിയായിട്ടും ഇരിക്കണമെങ്കിൽ ഞാനത് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തിയും ചിന്തകളെയും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഓർത്ത് നോക്കി, വേണ്ടാത്ത ചിന്തകളെല്ലാം തലയ്ക്ക് കൊടുത്ത്, വേണ്ടാത്ത എമോഷൻസിനെ എല്ലാം ഹൃദയത്തിലോട്ടും കൊടുത്തിട്ട് എനിക്ക് സന്തോഷമുള്ള ജീവിതം വേണമെന്ന് പറയുന്നത് എന്തൊരു വിരോധാഭാസമാണ്. ഞാൻ കുറ്റവേ പറയത്തുള്ളൂ, ഞാൻ കുറ്റവേ കാണത്തുള്ളൂ, പക്ഷെ എനിക്ക് സന്തോഷം വേണം. നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാനാണെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരുപാട് വഴികളുണ്ട്. അവിടെ എന്തിനാണ് ഒരു ഗൈഡായിട്ട് ഒരു കോച്ച് വരുന്നത്? നമ്മുടെ പ്രശ്നത്തിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു പ്രശ്നത്തിൽ നിൽക്കുമ്പം ഞാൻ ഓൾറെഡി അതിൻ്റെ ചെളിക്കകത്താണ് നിൽക്കുന്നത്. എനിക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് കുറവാണ്. ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അതിന് പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് വ്യക്തമായിട്ട് നമുക്കത് അറിയാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന വ്യക്തിക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും, സംശയം ഉണ്ടാവും. ഞാൻ എങ്ങനെ ചെയ്യണം? ഓരോ പോയിന്റിലും വരുമ്പോൾ അടുത്ത് എന്നാ ചെയ്യണ്ടേ? ഞാനിവിടെ സ്റ്റക്കായി, എന്തുകൊണ്ടാണ് സ്റ്റക്കായേ? അതൊന്ന് പറഞ്ഞു കൊടുത്ത് ലൈഫ് ലോങ് ആർക്കും ഒരു ഗൈഡിൻ്റെ ആവശ്യമില്ല. നമ്മൾ ആ പ്രശ്നത്തിൽ നിന്ന് കരയ്ക്ക് കയറുന്നിടം വരെ നമുക്കൊരു ആത്മവിശ്വാസം ക്രിയേറ്റ് ചെയ്യുന്നിടം വരെ മതി. എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻറ്റൊക്കെ പറയും, എന്നെ പറഞ്ഞിട്ടുള്ള സെയിം. എൻ്റെ മോള് ചോദിക്കും, മമ്മി പൈസ കൊടുത്ത് പറയിക്കുന്നതാണോ? പലപ്പോഴും രാവിലെ തന്നെ അവരുടെ വോയിസ് നോട്ട് വരും. അപ്പോൾ പറയും, എൻ്റെ ലൈഫിൽ എന്നെ ഇതുവരെ ആരും ഇതുപോലെ കേട്ടിട്ടില്ല. അവരുടെ സംശയങ്ങൾ ചെറുതായിരിക്കും. കുഴപ്പമില്ല, ധൈര്യമായിട്ട് പൊക്കോ, ഇതിൻ്റെ പാർട്ടാണ്, ഇതിങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ആത്മവിശ്വാസം വരും. അത് മതി അവർക്ക് ആ കരയ്ക്ക് കയറാനായിട്ട്. നമ്മളൊരു 2 or 3 വഴി വരും. ഇവിടെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പകച്ച് നിൽക്കുമ്പോൾ എനിക്ക് ചോദിക്കാൻ ഒരാളുണ്ടെന്നുള്ളത് ധൈര്യമാണ്. ഞാൻ തന്നെ ഉത്തരം കണ്ടെത്തണ്ട, അറിയാവുന്ന ഒരാളുണ്ട്, കറക്റ്റ് വഴി എനിക്ക് കാണിച്ചു തരുമെന്നുള്ളത് വലിയൊരു ആത്മവിശ്വാസമാണ്. പലപ്പോഴും നമ്മുടെ ഈവൻ ABL ജേർണി ആയാലും ശരി, 1-to-1 ആയാലും അവർ എനി ടൈം, ഞാൻ പറയുമ്പോൾ ഗ്രൂപ്പ് കോച്ചിങ് ആണ്, ലൈഫ് ട്രാൻസ്ഫോർമേഷൻ അബൻഡൻസ് ജേർണിയാണ്. ഇത് 3 month ഗ്രൂപ്പ് കോച്ചിങ്. 1-to-1 എന്ന് പറയുമ്പം പ്രൈവറ്റ് ഇൻഡിവിജ്വൽ കോച്ചിങ് ആണ്. അപ്പം ഏതിലാണേലും അവർ എനി ടൈം ദേവിൽ കാരണം പെട്ടെന്നായിരിക്കും ഒരു സ്റ്റെക്ക്. മാം 2-3 മാസമായിട്ട് അല്ലെ 2-3 ആഴ്ചയായിട്ട് എല്ലാം നന്നായിട്ട് പോകുമായിരുന്നു, ഇപ്പം ഇവിടെ വരുന്നു, ഇത് ഞാൻ എന്നാ എടുക്കണം, ഇതെൻ്റെ പ്രശ്നമാണോ, ഇത് ഞാൻ എന്നാ ചെയ്യണം, ഇത് എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ മുഴുവൻ നമ്മൾ ക്ലെൻസ് ആയിട്ടില്ല. ചില ടൈമിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ സംശയം വരും. ധൈര്യമായിട്ടിരിക്കും, ഇത് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ അവരവിടെ കംഫർട്ടബിളായി ദേ വിൽ കണ്ടിന്യൂ. അല്ലെങ്കിൽ അവിടെ സംശയിച്ച് നിൽക്കും, അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ഈ പ്രോസസ്സ് തീരുന്ന സമയമാകുമ്പം അവർക്കൊരു ഐഡിയ കിട്ടും. അവയർനെസ് ആണ് ഏറ്റവും. നമുക്ക് അറിയത്തില്ലാത്ത ഒരു കാര്യത്തെ നമുക്ക് മാറ്റാൻ പറ്റില്ല. എനിക്ക് ഈ പ്രശ്നമുണ്ട്. ഇപ്പം എൻ്റെ ഒരു ക്ലയൻറ്റ് പറയുകയാണെങ്കിൽ ശരിക്കും ഫിയർ ഓഫ് മണി, ഒരുപാട് കാര്യമുണ്ട്.
ഇപ്പോൾ ഓൾമോസ്റ്റ് അത് മെൻറ്ററിങ് എടുത്തിരിക്കുന്ന ആളാണ്. ആ ഒരു ഫിയർ എന്ന് പറയുന്നത് സ്വയം അക്സെപ്റ്റ് ചെയ്യുന്ന മൊമെൻറ്റിൽ നിന്നാണ് നമുക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ പോയ ഒരു വ്യക്തിയോട് പറയാം നിങ്ങൾക്ക് ഇതുണ്ട് എന്ന് പറഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അവർ അത് റിയലൈസ് ചെയ്യാൻ നമ്മൾ സഹായിക്കണം, അവെയർനെസ് ഉണ്ടാകണം. ഇപ്പോൾ ഒരു മുറിക്കകത്തോട്ടൊരു പാമ്പ് കയറി, എനിക്കറിയാം പാമ്പുണ്ടെന്നറിയാമെങ്കിൽ ഞാനതിനെ പിടിച്ച് പുറത്ത് കളയാൻ പറ്റും. നമുക്കൊരു പ്രശ്നം ഉണ്ടെന്ന് അറിയാതെ അക്സെപ്റ്റ് ചെയ്യാതെ ഒരു മാറ്റവും വരുത്താൻ പറ്റത്തില്ല. കാരണം അവരവരുടെ എനർജി മുഴുവൻ ഇല്ലയെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. യെസ്, അവർ തിരിച്ചറിയാം എനിക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ട്, എൻ്റെ ഉള്ളിൽ എവിടെ ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ് കിടപ്പുണ്ട്, ഓക്കെ ഞാനിതിൽ വർക്കൗട്ട് ചെയ്യണം. അവിടെ എളുപ്പമാണ് നമുക്ക് മാറ്റാൻ. എന്തും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന, തിരിച്ചറിഞ്ഞ് അക്സെപ്റ്റ് ചെയ്യുന്ന മൊമെൻറ്റിലിരുന്ന് അത് മാറും. ഇപ്പോൾ നല്ല ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ തന്നെ പറയും ഞാൻ ദേഷ്യത്തിലാണെന്ന് പറയുമ്പോൾ ദേഷ്യം കുറയും. നമ്മുടെ എമോഷൻ്റെ ആ ഒരു ഗ്രിപ്പ് നമ്മളിൽ നിന്ന് കുറയും. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് അക്സെപ്റ്റ് ചെയ്യാത്തിടത്തോളം കാലം അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. എനിക്കിപ്പോൾ വെറുപ്പാണ് ഉള്ളത്, എനിക്കെല്ലാം ഞാൻ ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ്. ഇറിറ്റേഷൻ എന്നുള്ളൊരു വാക്ക് ഞാൻ അവിടെ അതിന് പേര് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ പവർ കുറയും. അതാണ് എമോഷൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പലപ്പോഴും നമ്മൾ ഏത് എമോഷനിലൂടെ കടന്നു പോകുന്നെന്ന് അറിയാതെ പോകുന്നുണ്ട്, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. വളരെ എളുപ്പമാണ് നമ്മൾ ഫീൽ ചെയ്യുന്ന എമോഷൻ. യെസ്, ഞാനിപ്പം ദേഷ്യത്തിലാണ്, ഞാനിപ്പോൾ ക്രോധത്തിലാണ്. ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ശക്തി കുറയുന്നത് നമുക്കറിയാൻ പറ്റും. ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ എന്തെങ്കിലും സിമ്പിൾ ടെക്നിക്കുകൾ വല്ലതും ഉണ്ടോ? ടെക്നിക്കുകളെക്കാളും ആദ്യം ഞാൻ പറയും മാനിഫെസ്റ്റേഷന് നമുക്ക് ക്ലാരിറ്റി വേണം. എന്ത് വേണമെന്നുള്ളത്, അത് എന്തിന് വേണമെന്നുള്ളത്. എനിക്ക് എന്ത് വേണം, എപ്പോൾ വേണം, എന്തിനു വേണം, അത് ആരാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്? മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞില്ലേ, ആരാ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്? നമ്മൾ തന്നെയല്ലേ. ഈ നമ്മളെന്ന് പറഞ്ഞ ഒരു മുഴുവൻ മുറിവോടെയും ഇല്ലായ്മയോടെ ഇരുന്ന് ഞാൻ മാനിഫെസ്റ്റ് ചെയ്താൽ അതുണ്ടാവും? ഞാൻ എന്താണോ അതല്ലേ എന്നിലേക്ക് വരുള്ളൂ. എന്തുകൊണ്ടാണ് നടക്കത്തില്ലെന്ന് ചോദിച്ചില്ലേ, ഇതൊരു വലിയ സീക്രട്ടാണ്. 5 വർഷം കഴിഞ്ഞ് ഞാനാകേണ്ട, അല്ലെങ്കിൽ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം ആ 5 വർഷം കഴിഞ്ഞുള്ള ഞാനിരുന്ന് മാനിഫെസ്റ്റ് ചെയ്താലേ നടക്കത്തുള്ളൂ. ഇന്നിരിക്കുന്ന പൊട്ടിത്തകർന്ന ദാരിദ്ര്യത്തിലിരിക്കുന്ന, വേദനയിലിരിക്കുന്ന, മുറിവുകൊണ്ടിരിക്കുന്ന ഞാനിരുന്ന് മാനിഫെസ്റ്റ് ചെയ്താൽ മുറിവുകൾ മാത്രമേ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ രഹസ്യം.